ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുജാതെ, നമ്മളിങ്ങനെ വേദനിക്കണമെന്നും ഉറക്കം വിളിക്കണമെന്നൊക്കെ ദൈവം ചിലപ്പോൾ കണക്കൂട്ടിയിട്ടുണ്ടാവും. അതെ രഘുവേട്ട, എന്റെ മോളെ തോൽപ്പിക്കല്ലേ എന്ന് ഈശ്വരനോട് 1000 തവണ ഞാൻ പറഞ്ഞതാ. അതിന് തന്ന കൂലിയ. എന്താണ്? എന്തു പറ്റി? ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? അത് ഹരിയെ ജീവൻ. നിത്യ, എടോ, ഇങ്ങനെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങുക. ഇനി ആരും നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളായിട്ട് നമ്മുടെ വഴികളിലേക്ക് എത്തില്ല. കഥയും കവിതയും അതൊക്കെയായിട്ട് നമ്മൾ തീർക്കുന്നൊരു ലോകം, നമ്മുടേത് മാത്രമായിട്ടൊരു ലോകം. ഹരി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ? ഞാനത് നാളെ പറയാം. പറയടോ. നാളെ പറയാം. പറ. നാളെ പറയാന്ന്. പറയടോ. നാളെ പറയാം. തോന്നൊന്ന് പറയടോ. ഞാൻ നാളെ പറയാന്ന് പറഞ്ഞില്ലേ? കാര്യം പറ. രഘുവേട്ടാ, രഘുവേട്ടാ, ശരവണ.
എന്താ സുജാതെ? എന്നമ്മാ? ദാ ഇത് നോക്ക്. നേമം സബ് ജയിലിൽ നിന്ന് ചാടിപ്പോയ തടവുകാരനെ പോലീസുകാർ അതിസാഹസികമായി കീഴടക്കി. ഇന്ന് രാത്രി 8:30 അട്ടക്കുളങ്ങരയിൽ വെച്ചാണ് മുഖം മറച്ച് നടന്ന തടവുകാരനെ പോലീസുകാർ കീഴടക്കിയത്. 1 മാസം മുമ്പ് ചാലക്കമ്പോളത്തിൽ വർഗീസ് എന്ന ആളെ കുത്തിപ്പരിക്കേൽപ്പിച്ച വാഴൂർ സ്വദേശിയാണ് പ്രതിയായ രവീന്ദ്രൻ. മുൻപും രവീന്ദ്രൻ ജയിൽ ചാടുകയും പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കടവുലേ, എவ்வளவு നേരം എന്നതെല്ലാം ടെൻഷൻ കൊടുത്ത്. സുജാതെ, നമ്മളിങ്ങനെ വേദനിക്കണമെന്നും ഉറക്കം വിളിക്കണമെന്നൊക്കെ ദൈവം ചിലപ്പോൾ കണക്കൂട്ടിയിട്ടുണ്ടാവും. അതെ രഘുവേട്ട, എന്റെ മോളെ തോൽപ്പിക്കല്ലേ എന്ന് ഈശ്വരനോട് 1000 തവണ ഞാൻ പറഞ്ഞതാ. അതിന് തന്ന കൂലിയ. സാരമില്ല, കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അവളുടെ വിവാഹത്തിന് അത്ര ശ്രദ്ധ കൊടുത്തല്ലോ നമ്മള്. അത് നന്നായി. ആ, ഇനി ഇങ്ങനെ ഞാനും ശരവണനും വീണ്ടും പുറത്തുപോയി മഞ്ഞുകൊണ്ട് കാവലിരിക്കണം. ഇരിക്കാം സാർ. വേണ്ട, വെറുതെ ഉറക്കമൊഴിക്കണ്ട. നീങ്ക വേണേ പോക സാർ, ഞാൻ ഇങ്ങ നിക്കലാം. എന്തിനാ? നീ പോയി കിടന്നു. ഇന്നൊന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇനി എന്നാ നമ്മൾ ഉറങ്ങുന്നേ? വാ രഘുവേട്ട, നീയും വാ. എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞു. അവൾക്ക് ഇനി യാതൊരു ടെൻഷനും ഇല്ല. ശരവണ, പോയി കിടന്നു. വാ രഘുവേട്ട. കാവല് നിൽക്കുന്ന പോലീസുകാരനെ കൈയെത്തിച്ച് ആക്രമിക്കാനും ഒക്കെയുള്ള ധൈര്യം നിനക്കുണ്ടല്ലേടാ. ഇത് ജയിലാ, അല്ലാതെ നിന്റെ ക്രിമിനൽ താവളമല്ല. സൂക്ഷിക്കണവനെ, ഇവനെന്തോ കണക്കുകൂടലുണ്ടെന്നാ തോന്നുന്നേ. ഇടയ്ക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ കൊടുത്തേക്ക്. വാ. ഹരി എഴുന്നേറ്റോ? ഞാൻ കോഫി എടുത്തിട്ട് വിളിക്കാന്ന് കരുതി. അത്തരം ഫോർമാലിറ്റീസ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. മധുര നൊമ്പരക്കാറ്റ്